എന്താണ് ഹോമം? സാധാരണ നമ്മുടെ വീടുകളിൽ, ദേവാലയങ്ങളിലെല്ലാം അഗ്നിഹോത്രവും ഹോമം ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ വീടിന് ഐശ്വര്യം ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, ഇതൊക്കെയാണ്. പുരാതന ഭാരതത്തിൽ ഇതുപോലെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇന്നും യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്ക് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ കിട്ടി തുടങ്ങിയ കാലകം ആയപ്പോഴേക്കും ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യ മേധ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു ഋഷി എന്തുകൊണ്ടാണ് ഹോമമന്ത്രം രചിച്ചത്? അതിനൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ശിവഗിരി മഠത്തിൽ കുറച്ച് ബ്രാഹ്മണർ വരുന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഇവിടെ ഒരു ഹോമം നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗുരു അതിന് അനുവാദം കൊടുത്തു. വാസ്തവത്തിൽ ഗുരു അദ്വൈതിയാണ്. അദ്വൈതിയായിരിക്കുന്ന ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹോമങ്ങൾക്കോ അഗ്നിഹോത്രങ്ങൾക്കോ മറ്റും ഒന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഇതെല്ലാം വേദങ്ങളിൽ വരുന്നതായ കർമ്മകാണ്ഡത്തിൽ വരുന്നതാണ്. അദ്വൈതിയായിരിക്കുന്ന ഒരു ഗുരു വീണ്ടും കർമ്മങ്ങളിലേക്ക് നിബന്ധിക്കാൻ ആഗ്രഹിക്കാത്ത ഒരുവനാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഗുരു അതിനെ അനുവദിച്ചത്? ആ സന്ദർഭം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാലോ നിലനിന്നിരുന്നതായ വൈദിക സങ്കല്പങ്ങളെ തിരുത്തുന്ന ഒരു സന്ദർഭമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഗുരു ഹോമം ചെയ്യാൻ അനുവദിക്കുകയും അപ്പോൾ അവർ ഹോമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഒരുക്കുന്ന സാഹചര്യത്തിൽ ഗുരു അവർക്ക് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. അത് വായിച്ചു നോക്കിയപ്പോൾ വേദ പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണർ തന്നെ അത്ഭുതപ്പെട്ടു. അത് മന്ത്രമായിരുന്നു, അത് വേദമന്ത്രമായിരുന്നു. എങ്ങനെയാണോ ഋഗ്വേദത്തിലും മറ്റും മന്ത്രങ്ങൾ വേദർഷിമാർ രചിക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ വളരെ ഈടുറ്റ ഒരു മന്ത്രം ഇതാ ഇപ്പോൾ ഇവിടെ രചിച്ചിരിക്കുന്നു. ഗുരു ചോദിച്ചു, അവരോട് ചോദിച്ചു, ഈ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ അതിനെ സമ്മതിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഹോമം അല്ലെങ്കിൽ യാഗങ്ങൾ യജ്ഞങ്ങൾ ഒക്കെ നടത്തുന്നത് മനുഷ്യരുടെ അന്തിമ ലക്ഷ്യമായിരിക്കുന്നതായ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ മനുഷ്യരുടെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം എന്നാണ്. മരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നിവൃത്തിയില്ല. അഥവാ മരിച്ചാൽ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകണ്ട. എന്നാൽ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകാനാണ് സാധ്യത. അതറിയാം. അതുകൊണ്ടായിരിക്കണം സ്വർഗത്തിലേക്ക് പോകാൻ അധികം താല്പര്യം കാണിക്കുന്നത്. നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലോ നരകത്തിലോ പോകുവാൻ ആഗ്രഹമില്ലാത്ത ആളാണ്. കാരണം ഗുരു വേദാന്തിയാണ്. എന്താണ് വേദാന്തം നിഷ്കർഷിക്കുന്നത്? ഇപ്പോൾ ഇവിടെ അമൃതനായിട്ടിരിക്കുക എന്നതാണ്, മരിച്ചു കഴിഞ്ഞിട്ടല്ല. അതാണ് ആധ്യാത്മിക സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദാന്തത്തിന്റെ നിലപാട് അതാണ്. ഇപ്പോൾ ഇവിടെ, നാളത്തേക്കല്ല.
ഇപ്പൊ തന്നെ അമൃതനായിട്ടിരിക്കണം. അമൃതനാണ്, അതറിയുന്നില്ല. കാരണം ആത്മാവ് വളരെ സ്വതന്ത്രമാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഗോസ്റ്റ് അല്ല. സെമിറ്റിക് മതങ്ങളിലെ സോൾ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ആത്മാവ് എന്ന് സാധാരണ പറഞ്ഞു പോരുന്നത്, അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ടുള്ളത്. പക്ഷേ ഋഷിമാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളങ്ങനെയാണല്ലോ. ഋഷി എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ചു നോക്കാൻ നമ്മൾ തയ്യാറല്ല. അതിന് പകരം വീട്ടുകാർ പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതും എല്ലാം കൂടിയിട്ടുള്ളതായ ഒരു വിശ്വാസ ജടിലമായ ലോകത്ത് വലിയ അറിവൊന്നുമില്ലാതെ വ്യവഹരിക്കുമ്പോൾ കിട്ടുന്നതായ കുറെ അറിവുകളുണ്ട്. ഇതൊക്കെ മിക്കവാറും മുൻവിധികളുടെയും വിശ്വാസങ്ങളുടെയും ധാരണകളുടെയും സങ്കല്പങ്ങളുടെയും തട്ടിൽ കിടക്കുന്നതാണ്. അതിനൊന്നും വലിയ ശാസ്ത്രീയമായ മാനവുമില്ല. ശാസ്ത്രീയമായ മാനം ഉണ്ടാകണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കണം. നാരായണ ഗുരു ശാസ്ത്രജ്ഞനായിരുന്നു. എല്ലാ ഋഷിമാരും ശാസ്ത്രജ്ഞന്മാരാണ്. അങ്ങനെയുള്ളതായ ഋഷി എന്താണ് മനുഷ്യജന്മത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായി കാണുന്നത്? എന്താണ്? മോക്ഷപ്രാപ്തിയാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ മരണത്തിന് പ്രസക്തിയില്ല. അവിടെയാണ് ആത്മാവ് എന്ന് പറയുന്നതിന്റെ പൊരുള് നമ്മൾ തത്വപരമായി മനസ്സിലാക്കുന്നത്. യാതി വ്യാപനെ എന്നാണ് അതിന്റെ നിഷ്പത്തി. ദ ഡെഫിനിഷൻ ഓഫ് ദാറ്റ് വേർഡ് ഈസ് യാതി വ്യാപനെ. എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഏതോ അത്. അങ്ങനെ ഞാൻ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. ഈശാവാസ്യമിദം സർവം ജഗത്യാം ജഗത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ മന്ത്രം ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരിക്ക മുക്തനായി. നീ മുക്തനായി സഞ്ചരിക്കുക. കാരണം എന്താണ്? ഈശൻ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നതാണ്. ഈശൻ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നുവെങ്കിൽ എന്നിലുമായി ഈശൻ തന്നെയല്ലേ വ്യാപരിച്ചിരിക്കുന്നത്. എന്നിൽ അത് വ്യാപരിച്ചിരിക്കുന്നുവെങ്കിൽ എന്റെ മുന്നിലുള്ള സകലത്തിലും അതല്ലേ വ്യാപരിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് ആത്മാ. അങ്ങനെ എപ്പോഴാണോ അറിയുന്നത് അവൻ അമൃതനാണ്. കാരണം ആ ആത്മാവിന് നാശമില്ലാത്തതാണ്. അതെങ്ങനെയാണ് അറിയുക? ഇപ്പൊ കേട്ടു, ഗുരുക്കന്മാര് പറഞ്ഞു വെച്ച രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകളെ നാം ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുമ്പോൾ നമ്മളത് കേട്ടു എന്നുള്ളത് ശരിയാണ്. ഇത് ജ്ഞാനത്തിന്റെ വാക്കുകളാണ്. ഈ വാക്കുകളെ നമ്മൾ മനനം ചെയ്ത് ആ വാക്കുകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാക്ക് എന്തർത്ഥമാക്കുന്നുവോ അതായി തീരുന്നു നമ്മൾ. കാരണം നമ്മുടെ മനസ്സ് എന്താണോ അതല്ലേ നമ്മൾ. അമൃതമായതിനെ സംബന്ധിച്ച് സദാസമയം സ്മരിച്ചുകൊണ്ടിരിക്കുന്നവൻ അമൃതനാണ്. വെറും ലൗകിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ വെറും ലൗകികനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ എന്നെ തന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിയുടെ തലത്തിൽ, ഒരു വൈകാരിക ഭക്തിയുടെ തലത്തിൽ കൃഷ്ണൻ ഒരു ഗോഡ് ആയി കണ്ടുകൊണ്ട്, ഒരു ദേവതയെ കണ്ടുകൊണ്ട് അങ്ങനെ സ്മരിക്കാം. തത്വപരമായി സ്മരിക്കുമ്പോഴും
നീ എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, ഞാൻ ഈശ്വരനാണ് എന്ന് നീ അറിയുന്നത് എപ്പോഴാണ്? നീ ഈശ്വരനാകുമ്പോഴാണ്. അപ്പോൾ കൃഷ്ണനും അർജുനനും പിന്നെ അവിടെ രണ്ടാണോ? രണ്ടല്ല. അപ്പോൾ കൃഷ്ണൻ എങ്ങനെയാണോ അമൃതനായിരിക്കുന്നത്, അതുപോലെ ശിഷ്യനായ അർജുനനും അമൃതനായിത്തീരുന്നു. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ വാക്കുകൾ അമൃതമാണ്. കാരണം എന്താ? ആ വാക്കുകളാണ് നമ്മെ അമൃതത്വ പ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. അത് അനശ്വരമാണ്. അപ്പോൾ ഈ വാക്കുകൾ നമ്മുടെ ആത്മാംശമായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? തപോനിരതമായ ഒരു ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു.